എൻ്റെ സഹോദരന്മാരെ, ആരാധന ക്രമത്തിൽ നമ്മൾ ഇന്ന് ധനഹാകാലം 2-ാം ഞായർ. ധനഹായുടെ ലക്ഷ്യം തന്നെ ഈശോയെ ദൈവമായിട്ട് അവതരിപ്പിക്കുക, അനാവരണം ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലും നടക്കുന്നത്. ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, വചനം മാംസമായി എന്ന് നമ്മൾ വായിക്കുന്നു. വചനം മാംസമായി എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ഉള്ള്, ദൈവത്തിന്റെ ചൈതന്യം അത് അരൂപിയാണ്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഉള്ള്, ദൈവത്തിന്റെ ചൈതന്യം മാംസം ധരിച്ച് മനുഷ്യരൂപം കൊണ്ട് ഈ മണ്ണിലേക്ക് വന്നു എന്നാണ്. ഇതാണ് ഇതിന്റെ ഉള്ളടക്കം. അരൂപിയായ ദൈവത്തിന്റെ ഉള്ള്, ദൈവത്തിന്റെ ചൈതന്യം മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നാണ് വചനം മാംസം ധരിച്ചു എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചാല്, വചനമെന്ന വാക്കിനോട് സമാനതയുള്ള വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും മറ്റു മതങ്ങളിലും സാഹിത്യങ്ങളിലും തത്വചിന്തയിലുമൊക്കെ. ഉദാഹരണമായിട്ട് ഭാരതീയ ചിന്തയിൽ ഓംകാരം, നാദബ്രഹ്മം എന്ന് പറയുന്നത് ഏതാണ്ട് വചനത്തിന് സമാനമാണ്. അവർ പറയുന്നത് ഓംകാരം, നാദബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്ന വചനത്തിന് സമാനമായിട്ടാണ് അവർ പറയുന്നത്. ഗ്രീക്ക് തത്വചിന്തയിൽ നമ്മൾ കാണുന്ന 2 വാക്കുകളാണ് ലോഗോസ് എന്ന് വെച്ചാൽ വിജ്ഞാനം, സോഫിയ അതും വിജ്ഞാനം എന്ന്. അപ്പോ ലോഗോസ്, സോഫിയ എന്ന് പറയുന്ന 2 വാക്കുകൾ ഗ്രീക്ക് തത്വചിന്തയിൽ കാണാൻ പറ്റും. ഈ 2 വാക്കുകളുടെയും അർത്ഥവും ഏതാണ്ട് വചനത്തിന് സമാനമാണ്. അപ്പോ നമ്മൾ 4 വാക്കുകൾ കേട്ടു: ഓംകാരം, നാദബ്രഹ്മം, ലോഗോസ്, സോഫിയ. ഈ 4 വാക്കുകളും വചനം എന്ന വാക്കിനോട് ഒരു പരിധി വരെ സമാനമാണ്. എങ്കിൽ തന്നെയും വചനമെന്ന ആ വാക്ക് സത്യം ഈ 4നേക്കാളും ഒത്തിരി വ്യതിരിക്തമാണ്, 10 മടങ്ങ് വലുതുമാണ്, കോംപ്രഹെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വചനം തന്നെയാണ് ഓംകാരമെന്നോ നാദബ്രഹ്മമെന്നോ സോഫിയ എന്നോ ലോഗോസ് എന്നോ പറയാൻ പറ്റുകയില്ല. ഏതാണ്ട് ചില ഈ വചനത്തിന്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്, ഇവയെല്ലാം ഉണ്ട്. പക്ഷേ വചനം ഇതിനേക്കാളൊക്കെ വലുതാണെന്നതാണ് സത്യം. നമ്മളൊരു ഒരു സൂചിക പറഞ്ഞാല്, God is word, word is God. അതാണ് അർത്ഥം. അപ്പോ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം എന്ന് വെച്ചാൽ ദൈവം. പരസ്പരമുള്ള ഐഡന്റിഫിക്കേഷനാണ്, താതാത്മ്യകരമാണ്. God is word, word is God. അങ്ങനെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലേക്ക് കടന്നു വരാം. 3 കൊച്ചു ചിന്തകളാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഒന്നാമത്തേത്, ഭൂമി തന്റെ ഉടയവനെ ആദ്യമായി കണ്ടു. അതാണ് കണ്ടു. ഭൂമി ഉടയവനെ കണ്ടു. രണ്ടാമത്തേത്, വചനം കൃപയും സത്യവും നിറഞ്ഞതാണ്. കൃപയും സത്യവും നിറഞ്ഞതാണ് വചനം. മൂന്നാമത്തെ ധ്യാനം, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന്
സ്നാപകൻ വിളിച്ചു പറയുന്നത്. ഈ 3 ചിന്തകളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. ആദ്യത്തെ ചിന്ത ഇതാണ്: ഭൂമി ആദ്യമായി തന്റെ ഉടയവനെ കണ്ടു എന്ന്. പഴയ നിയമത്തിൽ പറയപ്പെട്ടിരുന്നത് ദൈവത്തെ കാണുക അസാധ്യമാണ്, ദൈവത്തെ കേൾക്കാം. ദൈവത്തെ കണ്ടിട്ട് പിന്നെ മനുഷ്യന് ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നത് ദൈവത്തെ കേൾക്കുന്നു, ദൈവത്തെ കാണുന്നില്ല എന്ന്. ഉദാഹരണം, നമ്മളിന്ന് ആദ്യത്തെ സംഖ്യാപുസ്തകത്തിലെ വായനയിൽ കേട്ടു, ഇസ്രായേൽ മരുഭൂമിയിലൂടെ പുറപ്പാടായിരുന്നു കടന്നു പോകുമ്പോൾ യഹോവ തമ്പുരാൻ അവരോടൊത്തുണ്ടായിരുന്നു. എങ്ങനെ? മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായും മേഘത്തൂണായി. അങ്ങനെ അപ്പൊ ദൈവം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ? ഇങ്ങനെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു. അല്ല, പിന്നെ എങ്ങനെയാ കണ്ടേ? അഗ്നിസ്തംഭമായി കണ്ടു, അത് ദൈവം. മേഘത്തൂണായി കണ്ടു, അതാ നമ്മുടെ ദൈവത്തിന്റെ രൂപം. അല്ല, ദൈവത്തെ കണ്ടില്ല. സീനായി മലയിൽ വെച്ച് മോശ ദൈവത്തോട് സംസാരിച്ചു. എങ്ങനെയാണ്? മുഖം മറച്ചുകൊണ്ട്. അപ്പൊ മുഖം മറച്ചുകൊണ്ട് മോശ സംസാരിച്ചപ്പോ ദൈവത്തെ കണ്ടു? കണ്ടില്ല. ഇനി നീ കൈ എടുത്തോളാൻ പറഞ്ഞു മോശയോട് തമ്പുരാൻ. നീ നിന്റെ കൈ മാറ്റിക്കൂ എന്ന് പറഞ്ഞ് മോശ കൈ മാറ്റിയപ്പോ എന്താ കണ്ടത്? ദൈവത്തിന്റെ പിൻഭാഗം. അതാണ്. അപ്പൊ നടന്നു പോകുന്ന ദൈവത്തിന് പിൻഭാഗമേ കാണാൻ പറ്റുള്ളൂ, മോശിക്കല്ലാതെ മുൻഭാഗം കണ്ടില്ല. അതാണ് പഴയ ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തെ കാണാൻ വയ്യ, ദൈവത്തെ കേൾക്കാൻ മാത്രമേ കഴിയൂ. അപ്പൊ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചർ, സംസ്കാരമാണ് പുതിയ നിയമത്തിൻ്റെത്. അപ്പോ വചനം മാംസമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണ്. അതായത് ദൈവത്തെ നാം മനുഷ്യനായി നേരിൽ കണ്ടു. അതാണ് ഇന്നത്തെ സൂചന. അപ്പോ ദൈവത്തെ മണ്ണ് കണ്ടു എന്ന്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യം മനുഷ്യൻ ദർശിച്ചു. ദൈവത്തെ ഒരമ്മയുടെ ഉദരത്തിലും ഒരമ്മയുടെ കൈകളിലും ലോകം ദർശിച്ചു. അതാണ് വചനം മാംസം ധരിച്ചതിന്റെ അർത്ഥം. അതാണ് മനുഷ്യ അവതാരത്തിന്റെ അർത്ഥം. അതാണ് പിറവി തിരുനാളിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ ഒരിക്കലും കാണപ്പെടാതിരുന്ന ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നതാണ് മനുഷ്യ അവതാരം. ഈ ദൈവത്തിന്റെ നിത്യ സാന്നിധ്യമാണ് കുർബാന ഇവിടെ ഇന്ന് നാം കാണുന്നത്. അപ്പോ ദൈവത്തിന്റെ നിത്യ സാന്നിധ്യമാണ് കുർബാന, ദൈവത്തിന്റെ ദർശനമാണ് മനുഷ്യ അവതാരം. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ നമ്മൾ ആദ്യമായി കണ്ടു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സ്നേഹ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാ നമ്മളെല്ലാവരും. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മർത്തയും മറിയവും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വന്നപ്പോ മർത്തയോട് കർത്താവ് പറയാം, മറിയം നല്ല വശം തിരഞ്ഞെടുത്തു. അതെന്താ നല്ല വശം? ഈ പാവപ്പെട്ടിതിലെ അടുക്കളയെ ഓടി നടന്ന് ഇതെല്ലാം പാകം ചെയ്തപ്പോഴോ മറിയം ചുമ്മാ ചടഞ്ഞ് അവിടെ കർത്താവിന്റെ അടുത്തിരുന്നു. അതാണോ നല്ല വശം? കർത്താവ് പറയുന്നത് അതാണെന്നാ. എന്താണെന്നറിയാമോ? കർത്താവ് ഒരിക്കലും ഈ പെങ്കൊച്ച് അടുക്കളയിൽ ചെന്ന് കാപ്പിയും പലഹാരം ഉണ്ടാക്കാനെന്ന് കർത്താവ് ഉദ്ദേശിച്ചിരുന്നില്ല. ഇവൾ കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ അടുക്കലിരുന്ന് കർത്താവിന്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുക. അപ്പൊ അതാ മറിയം ചെയ്തത്. എന്ന് വെച്ചാല് സാന്നിധ്യം കൊണ്ട് സൽക്കരിക്കുക, സ്നേഹ സാന്നിധ്യം കൊണ്ട് സൽക്കരിക്കുക. അതാ മറിയത്തെ ഈ ബെനിഷോ പുകഴ്ത്തിയത്. നാം കാണുന്നുണ്ട് കർത്താവ് പിന്നെ ശിഷ്യരോട് ഒത്തു സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ്
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികൾ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹ സാന്നിധ്യമാണ്. മാതാപിതാക്കളിൽ നിന്നും മക്കൾ, മക്കളിൽ നിന്നും മാതാപിതാക്കൾ, സഹോദരന്മാരിൽ നിന്നും പിന്നെ സഹോദരന്മാർ, ഇടവക ജനങ്ങൾ, വികാരി അച്ഛനിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഈ സ്നേഹ സാന്നിധ്യമാണ്, അവൈലബിലിറ്റി ആണ്, സംലഭ്യതയാണ്, ടോട്ടൽ അവൈലബിലിറ്റി. അതാ ദൈവത്തിന്റെ പേര്, കൂടെ ആയിരിക്കുന്നവൻ. നമ്മുടെ ദൈവം അതാണ്, കൂടെ ആയിരിക്കുന്ന ദൈവം. അല്ലാതെ അകലങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരുന്ന് നമ്മെ വിധിക്കുന്നവനല്ല, കൂടെ ആയിരുന്നു, കൂടെ നടക്കുന്ന, ഒപ്പം നടക്കുന്ന, കൈവിരിച്ച് നടക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്നാണ് പുതിയ സങ്കല്പം. ആ ശൈലി തന്നെയാണ് കുടുംബങ്ങളിലെ വ്യക്തിബന്ധങ്ങൾ, അപ്പനും അമ്മയും തമ്മില്, ഭാര്യാഭർത്തൃ ബന്ധത്തില്, മക്കളും മാതാപിതാക്കൾ തമ്മില്, അയൽക്കാർ തമ്മില്, സഹോദരങ്ങൾ തമ്മിലൊക്കെ. പക്ഷേ നമുക്കറിയാം ഈ സാന്നിധ്യത്തിന്റെ സംസ്കാരം ഇന്ന് അറ്റുപോകുകയാണ്. കാരണവന്മാരെ കൊണ്ട് വൃദ്ധമന്ദിരത്തിലാക്കുന്നു, മക്കളെ കൊണ്ട് ബോർഡിങ്ങിലോ ലോഡ്ജിലോ ഒക്കെ, ബോർഡിങ്ങിലോ ഹോസ്റ്റലിലോ ആക്കുന്നു അവരുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട സമൂഹമായി നമ്മൾ മാറുന്നത് അനുഭവം നമ്മൾ തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹ സാന്നിധ്യം ഉണ്ടോ? കുടുംബത്തിൽ പോലും പരസ്പരം സംസാരിക്കുവാൻ കഴിയാതെ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന കൾച്ചറിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് സ്നേഹ സാന്നിധ്യത്തിന്റെ സുഖം, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഊണ് കഴിക്കുന്ന സ്നേഹ സാന്നിധ്യത്തിന്റെ കൂട്ടായ്മയുടെ വലിയ സുഖം തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും വികാരച്ചൻ ഇടവക്കാർക്ക് അവൈലബിൾ ആകണം, സംലഭ്യനാകണം. നിങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകണം, മുറിയിൽ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുവാൻ, നിങ്ങളെ കാണുവാനാണ് കഴിവുള്ളൂ, പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ, കൃപയും സത്യവും നിറഞ്ഞ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം കൃപ നിറഞ്ഞതാണ്. കൃപയുടെ, കരുണയുടെ, സ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു ഈശോ എന്ന്. അവൻ നന്മ ചെയ്തു നാട് നീളി നടന്നുവെന്ന വേദപുസ്തകം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൃപയുള്ള, കരുണയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മദർ തെരേസയാണെങ്കിൽ, ഫാദർ ഡാമിയനാണെങ്കിൽ, ഗാന്ധിജി ആണെങ്കിൽ, ഇവരെയൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുണയുള്ളവരായിരിക്കണം, കരുതലുള്ളവരായിരിക്കണം, മറ്റുള്ളവരോട് അനുകമ്പമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ വചനം കൃപയും സത്യവും ഉള്ളതുപോലെ നാമും കൃപയും സത്യവും അനുകമ്പയും ഉള്ളവരാകണം. ഇനി മൂന്നാമത്തെ ചിന്ത, എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ. അതാണ് സ്നാപകന്റെ അതുല്യത എന്ന് പറയുന്നത്. തന്റെ പിറകെ വരുന്നവന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് താൻ വലുതാകുക. അതാണ് പിറകെ വരുന്നവന്റെ മഹത്വത്തിൽ സ്നാപകൻ വലുതായത് ഈശോയുടെ മഹത്വത്തിൽ. അതാണ് യുണീക്ക്നെസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. പിറകെ വരുന്നവന്റെ മഹത്വത്തിൽ താൻ മഹത്വം പ്രാപിച്ചു. പക്ഷെ നമ്മുടെ കാര്യം നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ രീതികൾ നേരെ തിരിക്കാം. പിറകെ വരുന്നവനെ ചെറുതാക്കി കാണിക്കുക. അവനെടുത്തോളം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ ചെറുതാക്കി അതിലൂടെ ഞാൻ വലുതാക്കുക. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി നമ്മൾ കുടുംബങ്ങളിൽ, ജോലിക്കാരുടെ ഇടയിലൊക്കെ കാണുന്നത്. ചിലപ്പോൾ അത് പോട്ടെ, ഇതിനൊക്കെ ഏറ്റവും ദുഃഖകരമായ ചിലപ്പോൾ അച്ഛന്മാർക്കിടയിൽ കാണുന്നതാണ്. എന്റെ പിറകെ ഒരു അച്ഛൻ മാറി വേറൊരച്ഛൻ പിറകെ വരുമ്പോ അങ്ങേർക്ക് ഇത്ര കഴിവൊന്നുമില്ല, എന്റെ അടുത്തോളം കഴിവൊന്നുമില്ല, എന്നോടും നന്നായിട്ട് പ്രസംഗിക്കാനോ പാടാനോ മറ്റുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ചെറുതാക്കി, അങ്ങേന്റെ അച്ഛന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങേന്റെ വിടവുകാരിടയിൽ അച്ഛനെ ചെറുതാക്കുന്ന പ്രവണത നമ്മൾ പലപ്പോഴും വളരെ ദൗർഭാഗ്യകരമായ കാര്യം. പക്ഷെ സത്യം അത് തുറന്ന് സമ്മതിക്കണം, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പിറകെ വരുന്നവന്റെ വലിമയിലൂടെ സ്വയം വലുതാകുന്ന സ്നാപകനെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമുക്കുണ്ടാകേണ്ടത്. പിറകെ വരുന്നവന്റെ വലിമയിൽ ഞാൻ വലുതായാൽ അവനെ ചെറുതാക്കിയല്ല ഞാൻ വലുതാകും. അതുകൊണ്ട് ആ സ്നാപകൻ പറഞ്ഞത് അവൻ വലുതാകുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണമെന്ന്. 3 ചിന്തകൾ. സ്നേഹ സാന്നിധ്യമായി മാറുക, ഈശോയെ പോലെ കൃപയും സത്യവും നിറഞ്ഞവരാകുക,
അവനവന്റെ മഹിമയിലൂടെ എനിക്ക് വലുതാകുവാൻ സാധിക്കണം. ഈ 3 ചിന്തകൾ മനസ്സോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവസാനം ദൂതായിട്ടുള്ളത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ സ്നേഹ സാന്നിധ്യമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുക.